നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഇന്നത്തെ റീഡിങ്സ് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നും റിലേഷനിൽ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സ് നോക്കേണ്ടതായ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ഇട്ടിരുന്നാൽ മതി. നമുക്ക് എനർജി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കത് നോക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് അവസ്ഥ എന്താണെന്നും പ്ലസ് നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം പ്രാർത്ഥനയും വിശ്വാസവും സമർപ്പണ ബോധവും ഭയഭക്തിയും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അതിലെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതാണ്. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും നമ്മുടെ റീഡിങ്സ് കണക്റ്റഡ് ആകുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ. കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ടാറോ റീഡിങ്സുകൾ ഒരു ഗൈഡൻസ് ആണ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അല്ലാണ്ട് ഒരു ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്കല്ല ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത്. അതൊരു ഗൈഡൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന എനർജിയിലൂടെ നിങ്ങൾ പോകുക. കൂട്ടത്തിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് ആയിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കുക കേട്ടോ. മറ്റൊരാളുടെ മൈൻഡ് റീഡിങ് ചെയ്യുന്നത് മറ്റൊരാളുടെ ഫ്യൂച്ചർ എനർജീനെ കണക്റ്റ് ചെയ്തു എടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു ടാറോ റീഡിങ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ റീഡിങ്സിൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നമുക്കിതിനകത്ത് മെയ് മാസത്തിൻ്റെ എനർജിയാണ് കേട്ടോ കണക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് എല്ലാവർക്കും ഇത് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. മെയ് മാസ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. ദ പേജ് ഓഫ് സോഴ്സ് ആണ് വന്ന് നിൽക്കുന്നത്. ഫസ്റ്റ് തന്നെ പേജാണ്. അതായത് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് അനുഭവിക്കേണ്ട ഒരുപാട് കർമ്മകൾ, അനുഭവിക്കേണ്ടതാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു എൻഡിങ്ങിൽ നിന്നിട്ട് ഒരു പോർഷൻ, ഒരു പാർട്ട് അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. ലൈഫിൽ നല്ല രീതിയിൽ ചീറ്റിങ്ങും ഇമോഷണൽ പെയിനും അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ അട്രാക്ഷൻ്റെ പുറത്ത് തുടങ്ങി വെച്ച ഒരു എനർജി ആവാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ സ്ട്രോങ് എനർജി, അതല്ലെങ്കിൽ ഒരു സിംഗിൾ എനർജിയെ കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കൂടുതൽ വരുന്നത് കേട്ടോ. നമുക്ക് റീഡിങ്സ് ചെയ്ത് വരുമ്പോൾ അറിയാം ഫാമിലി എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്താണേലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു ലാസ്റ്റ് നിങ്ങൾ തളർന്നു എന്ന് തന്നെ പറയാം. നമുക്ക് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് പോരാടി തീർച്ചയായിട്ടും തളർന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ടേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വീണ്ടും പരിശ്രമിക്കാനുള്ളൊരു എനർജിയിലാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു റിലേഷന് കാണാൻ പറ്റുന്നത്. നല്ല ഇമോഷണൽ ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട്, ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകളും ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടലുകളും അവഗണനകളും ചീറ്റിങ്ങുകളും. ഇതിനെ സംബന്ധിച്ച് കുറേ ആൾക്കാർക്ക് അപവാദം വരെ കേൾക്കേണ്ടി വന്ന, നാണക്കേട് വരെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യം മൂവ് ഓൺ ചെയ്തിട്ട് വീണ്ടും കണക്റ്റഡ് ആകേണ്ടി വന്ന സിറ്റുവേഷൻസും ഈ ഒരു റിലേഷനിൽ കാണുന്നുണ്ട്. പൂർണ്ണമായിട്ട് എല്ലാം വിട്ടുപോയ സിറ്റുവേഷൻസിൽ നിന്നും വീണ്ടും ഈ റിലേഷനെ വിട്ടുപോകാൻ പറ്റാതെ നിങ്ങൾ കണക്റ്റഡ് ആയ സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് ആ ഒരു അവസ്ഥയിൽ പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചെടുത്തെന്ന് സാധിക്കാതെ വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു റിലേഷൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ശക്തമാകുന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സണിൽ എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി വളരെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു. അതായത് നിങ്ങൾ എന്താണോ, നിങ്ങളെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, അതുപോലെ നിങ്ങളാണ് അവരെന്നുള്ള ഒരു ചിന്തയിലാണ് ഈ റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നത്.
നിൽക്കുന്നത്. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുന്നത്. അത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി, അതായത് നിങ്ങളുടെ കൃഷ്ണമണി, അതായത് നമ്മുടെ കണ്ണുകളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചേർത്ത് നിർത്തുന്നു. കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, പല അബണ്ടൻസ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഒരു വിജയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾക്കെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനേക്കാളും നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യങ്ങളെക്കാൾ പ്രാധാന്യമാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അത്രത്തോളം നിങ്ങൾ കെയറിങ് ചെയ്യാനും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ത്യജിക്കാനും തയ്യാറാണ്. പക്ഷേ ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ റിലേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം അവരെ കണക്റ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങളോടും അവർക്കൊരു എനർജി ഉണ്ട്. പക്ഷേ അവർ മറ്റ് സിറ്റുവേഷൻസിലാണ്. ഒന്നെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ ഒരു വിജയം, അതായത് ജീവിതത്തിൽ എന്തൊക്കെയോ നേടുക, ഒരു ലക്ഷ്യബോധത്തോടു കൂടി പോകുന്ന ഒരു പേഴ്സൺ ആവാം. പുതിയ കാര്യങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കുക, ഒരു എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളാവാം. അതല്ലെങ്കിൽ കരിയർ പാതയുമായിട്ട് കണക്ട് ചെയ്തൊരു റീസ്റ്റാർട്ടിങ്, അവർക്കൊരു സക്സസ് വേണം, അതിലേക്ക് സ്ട്രഗ്ലിങ് ചെയ്യുന്നതാവാം. ചിലപ്പോൾ അവരുടെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം. അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എന്ന് മൊത്തത്തിൽ ടോട്ടലി നമുക്ക് പറയാൻ പറ്റും. ഒരു ഭവനം, ഒരു വീട് സ്വപ്ന ഭവനത്തിന് വേണ്ടിയിട്ടാവാം, പ്രോപ്പർട്ടി വാങ്ങുന്ന അവർക്ക് എന്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ പാതയെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ മനസ്സിലെ ബിസിനസ്, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, അതായത് ഒരു എന്താ പറയുക, ഒരു സാമൂഹികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും ഒരു സ്റ്റാർ എനർജിയിലെത്താനും അവർ ഏത് ഫീൽഡാണോ, ഏത് സിറ്റുവേഷൻസ് ആണോ ആ ഒരു കാര്യവും കൂടി അവർ വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ, നിങ്ങളെ ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ അവർക്കൊരു വെളിച്ചം, ഒരു പ്രകാശമായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു സന്തോഷം, സമാധാനം, ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഒരു വഴികാട്ടി എനർജി, അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് അവർക്കൊരു മാർഗനിർദ്ദേശം നൽകുന്ന, അല്ലെങ്കിൽ അവരെ എപ്പോഴും വിളിക്കുക, അവരെന്താണെന്ന് അവർക്ക് ഇടയ്ക്കൊരു ഓർമ്മ കൊടുക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഒരു സ്വപ്നം റിയാലിറ്റി ആക്കാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് എന്താണെങ്കിലും ഒരു റിലേഷനെ സംബന്ധിച്ച് ഒന്നേന്ന് തുടങ്ങണം. എലോൺ എനർജിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇമോഷൻസ് പങ്കുവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒന്നെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയിലായിരിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ചെയ്തൊരു ന്യൂ ബിഗിനിങ് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ആവാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം ഒരു സ്തംഭന അവസ്ഥ തന്നെയാണ് ഈ ഒരു റിലേഷൻ. പെയിനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ചീറ്റിംഗ് എനർജി ആണോ, ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ചീറ്റിംഗ് നടക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കുന്ന ഒരു എനർജി. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നതിന് ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ച് നിങ്ങൾ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യുകയാണ് ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് മാത്രം ചിന്തിക്കുന്നു. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് എന്താ പറയുക, ഒരു തുടക്കം വെക്കുന്നു. അവരെ സംബന്ധിച്ച് അവർക്ക് സ്വപ്ന സാക്ഷാത്കാരമാണ്, ലൈഫിൽ സക്സസ് ആണ്. അവരുടെ മുമ്പിൽ നിൽക്കുന്ന, അവർക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നുന്നത് നിങ്ങളെക്കാൾ മറ്റു സിറ്റുവേഷൻസുകളോടാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളവർക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് കറൻറ്റ്ലി നോക്കുമ്പം വേറെ കുറേ കാര്യങ്ങൾക്കാണ് കുറച്ചും കൂടി പ്രാധാന്യം കൽപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് സിറ്റുവേഷൻസിൽ രണ്ട് രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ്. അതുകൊണ്ട് ശക്തമായ ഹാർട്ട് ബ്രോക്കൺ ഈ ഒരു റിലേഷനിലുണ്ട്. ശരിക്കും ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്നും പോയിട്ടില്ല. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെ നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻ്റെ പ്രസൻസ് നിങ്ങളിലുണ്ട്.
കുറേ ആളുകളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ്റെ പ്രസൻസ് നിങ്ങളിൽ കണക്റ്റഡ് ആണ്. പക്ഷേ ആ കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ടോക്സിക്കാണ് ഈ ഒരു റിലേഷൻ. അതായത് വേദന നൽകുന്നു. അതിലും ഭേദം ബ്ലോക്കിംഗ് ചെയ്തു പോകുന്നത് തന്നെയാണ്. അവരെക്കുറിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വിധം ഒരു ശ്വാസം മുട്ട എനർജിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു റിലേഷനെ ഇങ്ങനെ കൊണ്ടുപോകുക എന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവരെ സംബന്ധിച്ച് അവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ രണ്ടുപേരും അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഹോൾഡിംഗ് എനർജിയിൽ നിൽക്കുന്നു എങ്കിൽ തന്നെ ഇതിനകത്ത് ഒരു ട്രാജഡിയാണ്, ദുരിതമാണ്. ഒരു വലിയ മാറ്റം വരുത്തേണ്ടതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു റിലേഷൻ ഇപ്പോൾ ഒന്നുമില്ല, ശൂന്യമാണ്. പക്ഷേ റിലേഷൻ്റെ എനർജി മുട്ടിയും തട്ടി എന്ന പോലെ നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പ്രസൻസ് ലഭിക്കുന്നുണ്ട്. എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കുറേയൊക്കെ ഈഗോ എനർജിയാണ് കേട്ടോ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രഷ്യസ് ആയ ഒരു സോൾ കണക്ഷൻസ് ആണ്. നിങ്ങൾക്ക് തമ്മിൽ ഒരു സോൾ കണക്ഷൻ്റെ എനർജി ഉണ്ട്. വളരെ മനസ്സറിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഒരു റിലേഷനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിനകത്ത് ഇനിയും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് കുറേ അറിയാൻ പറ്റും. ഈ ഒരു വ്യക്തിബന്ധങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം ഒരു സോൾ കണക്ഷൻസ് ഉള്ള ഒരു പ്രഷ്യസ് ആയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെയും മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ കഴിവുകളും എല്ലാം രണ്ടു വ്യക്തികൾക്കും ഈക്വലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബൗണ്ടറിയാണ്. ബൗണ്ടറി മീൻസ് പ്രതിസന്ധി ഉണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായി ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് കണക്റ്റഡ് ആവണമെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യണം. ഒരാളെ സംബന്ധിച്ച് ജീവിത വിജയം, സക്സസ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം മറ്റൊരാൾ ഇതിനകത്ത് സെലിബ്രേഷൻ, അതായത് റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നു. രണ്ടുപേരും രണ്ട് ദിശയിലാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ. ഡബിൾ എനർജിയുടെ സിറ്റുവേഷൻസ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിൻ്റെ പൂർണ്ണത എന്താണെന്നും ഈ ഒരു റിലേഷൻ എത്രത്തോളം പ്രഷ്യസ് ആണെന്നും ഇതിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഒരു ക്ലിയറൻസ് കിട്ടുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് മാനിഫെസ്റ്റിങ്ങും ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ നെഗറ്റീവ് കാരണം റിലേഷനിലേക്ക് ഒരു റീയൂണിയനോ ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി കടന്നു പോകാനോ ഒരു കമ്മിറ്റ്മെൻറ്റോ കൊടുക്കാൻ നിങ്ങൾക്കും സാധിക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവരെന്തിനോ ഭയപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി ഫുള്ളും കടന്നു വരുന്നത് സക്സസ്സിനെയാണ് കാണിക്കുന്നത്. അതായത് വിജയത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് മറ്റ് സിറ്റുവേഷൻസിലേക്ക്, അവരുടെ ഭൗതികമാകുന്ന ചില കാര്യങ്ങളിലേക്ക് അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. അവരൊരു ബൗണ്ടറി ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇടയ്ക്ക് അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ പല രീതിയിലും പിടിച്ചു കുലുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരൊരു ബൗണ്ടറി തീർത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിലധികം കാര്യങ്ങൾ അവർ ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം വർക്കുകളോ അവരുടെ ലൈഫിൽ അവർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതിനകത്ത് നിന്നും അതുപോലെ അവർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കുറേ സിറ്റുവേഷൻസിൽ അവർക്കൊരു ഗ്യാപ്പ് എനർജിയും കാണുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് എനർജി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കുറവായിട്ട് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവരത് ഒരിക്കലും പ്രകടിപ്പിക്കില്ല. അവരൊരിക്കലും അത് തുറന്നു പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവരെ എത്രത്തോളം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുവോ അത്രത്തോളം അവർക്ക് ആ ഒരു പെയിൻ അനുഭവിക്കേണ്ടി വരുന്നു. ഒരു ഡബിൾ എനർജി ഇതിനകത്ത് ശക്തമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്കിടയിലൊരു പവർ ലോസ് ഉണ്ട്. അതായത് താല്പര്യക്കുറവ് ഈ ഒരു റിലേഷനിൽ ഒരു പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഒരാൾ ഇതിനകത്ത് ഇരയാക്കപ്പെടുന്നുണ്ട്, ഒരാൾ ഇതിനകത്ത് വിരക്തി ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങളുടെ പേഴ്സണ് തന്നെയാണ് ഈ ഒരു വിരക്തി ഫീലിങ്സ് എനർജി വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണ്. നിങ്ങൾ കറക്റ്റ് മാനിഫെസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്. അതനുസരിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി മാറി പോകാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ ശരിക്കും അറിവ് വെച്ചായിരിക്കില്ല മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്. എവിടെയെങ്കിലും കേട്ടത് വെച്ചോ മറ്റുമുള്ള മാനിഫെസ്റ്റിംഗ് ആയിരിക്കാം. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഈ ഒരു ഡബിൾ എനർജി അവർ ഭയന്ന് മാറാനുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നത്.
അവരെ സംബന്ധിച്ച് നമുക്കിവിടെ നെഗറ്റീവ്, അവർ വളരെ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അവരുടെ ഫാദർ എനർജി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഒന്നെങ്കിൽ നിൽക്കുന്നുണ്ടാവാം. ഒരു ഗാർഡിയൻ എനർജി അവരെ വളരെയധികം പിടിച്ച് കുലുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്, അവരെ മാനസികമായിട്ട് തകർക്കുന്നുണ്ട്. ഫാദർ മദർ എനർജി ആവാം. എന്താണേലും ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി ഒരു റിലേഷന്, അതായത് ഇച്ചിരി മെച്യൂരിറ്റി ഉള്ള ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടും വളരെയധികം ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യവും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് മാനസിക പ്രശ്നം അനുഭവിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. അവരെത്രത്തോളം നിങ്ങളിൽ നിന്നും മുഖം തിരിച്ച് നിന്നാലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ വളരെയധികം അലട്ടുന്നുണ്ട്. പക്ഷേ അവർക്കൊരു പൂർണ്ണതയോടുകൂടി ഒരു കപ്പ് ഓഫ് ലവ് എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അവരെല്ലാത്തിനെയും റിജക്റ്റ് ചെയ്യുന്നു. കാരണം ഒരു നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും അവരെ കണക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് എനർജിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് സിറ്റുവേഷൻസിലാണ്, നിങ്ങളിൽ നിന്ന് ലഭിച്ച ഇമോഷൻസ്, നിങ്ങൾ കൊടുത്ത സ്നേഹത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്നു. അവർക്കെല്ലാം മറച്ചു പിടിക്കേണ്ടി വരുന്നു. അവരുടെ വികാരങ്ങളെ അത് സാഡായിക്കോട്ടെ, ഹാപ്പിനെസ് ആയിക്കോട്ടെ, അത് സങ്കടമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, അതല്ല എങ്കിൽ സന്തോഷമായിക്കോട്ടെ, ഇതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് ഹൈഡ് ചെയ്യേണ്ടി വരുന്നു. അവരുടെ എല്ലാ രീതിയിലെ ഇമോഷൻസും നിങ്ങളുടെ മുന്നിൽ അവർ ഹൈഡ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ റിലേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് പറയുന്നത് കാർമിക് സിറ്റുവേഷൻസ് ആണ്. നെഗറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട്. പാസ്റ്റിൽ ചിലപ്പോൾ ചില ഇമോഷൻസുകൾ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വരുത്താൻ വേണ്ടിയിട്ട് പാസ്റ്റിലെ ചില ഇമോഷൻസുകളുടെ ഒരു പ്രസൻസ്, ഒരു സോൾ കണക്ഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നു ചേരുന്നതായിട്ടും ആ ചില ചിന്തകൾ അവരെ വളരെയധികം അലട്ടുന്നതായിട്ടുമുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു കാർമിക്കിലേക്ക് നോക്കുമ്പം പാസ്റ്റിലൊരു ഇമോഷൻസ് അവരിലേക്ക് റീകണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവർ വളരെയധികം ഇമോഷണലി സ്ട്രഗിളിങ് ചെയ്യുന്നൊരവസ്ഥയാണ്. അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം അവർ സ്ട്രഗിളിങ് എനർജിയിലാണ് നിൽക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണിൽ സ്ട്രോങ് ആയിട്ടൊരു സെലിബ്രേഷൻ എനർജിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്ന ചില എൻഡിങ്, ചില പെയിൻഫുള്ളാകുന്ന കാര്യങ്ങൾക്ക് ഒരവസാനം വന്നിട്ടുണ്ട്, ഒരു എൻഡിങ് വന്ന് നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കർമ്മയുണ്ട് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്. നിങ്ങളെ സംബന്ധിച്ചൊരു കർമ്മയുണ്ട്. ആ ഒരു കർമ്മയുടെ ഫലമായിട്ടാവാം ആ ഒരു കാർമിക് സിറ്റുവേഷൻസ്, നിങ്ങൾക്കിടയിലെ കാർമിക് സിറ്റുവേഷൻസിൻ്റെ സ്ട്രോങ് ആയ പ്രവർത്തനം കൊണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ പാസ്റ്റിലെ ഒരു വ്യക്തിയുടെ റീ എൻട്രി നിങ്ങളുടെ റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഹാപ്പിനെസ് ആണ്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനകത്ത് നിൽക്കുന്നുവെങ്കിലും അതൊരു കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിലുള്ള ഒരു കർമ്മയെ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അവർക്കൊരു തിരിച്ചറിവ് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളെ അവർ ഒരിക്കലും റിജക്റ്റ് ചെയ്യുന്നതല്ല, അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാണ്. ഒന്നെങ്കിൽ ഫാദർ മദർ, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ സംബന്ധിച്ച് കണക്റ്റ് ചെയ്യുമ്പോൾ വളരെ ശക്തമായിട്ടും എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലംസും നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട് കേട്ടോ. അതൊന്നെങ്കിൽ ഫാദർ മദർ എനർജി ആയിരിക്കും, ഒരേ സോൾ എനർജിയുടെ ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതല്ല എങ്കിൽ പാസ്റ്റിൽ ഒരു ഇമോഷൻസ് അവർക്ക് തുല്യമായി അവരെ കണക്റ്റ് ചെയ്യുന്ന, അവരെ ഏറ്റവും കൂടുതൽ ഇമോഷണലി സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് അവരിലേക്ക് കടന്നു വന്നതായിട്ടുള്ളൊരു എനർജി കൂടി നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങളെ വളരെയധികം പ്രഷ്യസായിട്ട് അവർ മനസ്സുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, ഒരു ജസ്റ്റിസ് എനർജി നിൽപ്പുണ്ട്. പക്ഷേ ഫ്യൂച്ചർ പ്രതീക്ഷ ഇതിനകത്തുണ്ട്. എന്നാലും രണ്ട് സിറ്റുവേഷൻസ് പോലെയാണ് ആ ഒരു ഫ്യൂച്ചർ പ്രതീക്ഷ നിൽക്കുന്നത്. അതായത് കൺഫ്യൂസ്ഡ് എനർജിയിലാണ് കേട്ടോ. ആക്ഷൻ എടുക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം മുഴുവൻ ഞാൻ പറഞ്ഞില്ല, ഒരു
ഒരു സക്സസ്, അവർക്കൊരു വിക്ടറി എനർജിയാണ്. വിജയിക്കണം, എന്തൊക്കെയോ മേഖലകളിൽ അവർക്കൊന്ന് വിജയിക്കണം എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു നെഗറ്റീവ് റിലേഷനെ സംബന്ധിച്ചുള്ള നെഗറ്റിവിറ്റി ഒഴിവാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുള്ള നെഗറ്റിവിറ്റി വളരെ സ്ട്രോങ് ആണ്. അതായത് ചെറിയ രീതിയിലോ പെട്ടെന്നോ അവസാനിച്ചു പോകുന്ന ഒരു എനർജിയല്ല, ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കണം. കാരണം ഇതൊരു കർമ്മയാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഒരു ജസ്റ്റിസ് നമ്മളിവിടെ നേരിടുന്ന ഒരു എനർജി കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സ്ട്രഗിളിങ് എനർജിയെ നേരിടേണ്ടി വരും. തീർച്ചയായിട്ടും അതിന് തയ്യാറാവേണ്ട ഫയർ എനർജിയാണ് നിൽക്കേണ്ടത്. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ശക്തമാകുന്ന ഒരു ചീറ്റിങ്ങും ഒരു സ്ട്രഗ്ലിങ്ങുമാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മാറേണ്ടത് ഇമോഷണൽ ഫെയിലിയർ എനർജിയിൽ നിന്ന്, നിരാശ എന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷനിലെ നെഗറ്റിവിറ്റി ഫസ്റ്റ് തന്നെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ ഈ ഒരു ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സ്ട്രഗ്ലിങ്, എന്ത് കാര്യത്തിലാണോ ഇപ്പം ഈ ഒരു റിലേഷനെ അല്ലാണ്ട് മറ്റൊരു സിറ്റുവേഷൻസ് എന്താണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ആ കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറുക എന്നാണ് പറയുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ചേഞ്ചിങ് ചെയ്യണം. ഡിഫിക്കൽറ്റി ആയിരിക്കാം നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്, പക്ഷേ നിങ്ങൾ എന്താണോ ഈ ഇന്നലെ വരെയിൽ നിന്നും നിങ്ങൾ മാറണം, പുതിയൊരു വ്യക്തിയായിട്ട് ചേഞ്ചിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ ഒരു മാജിക്ക് സംഭവിക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് വരുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ശക്തമാകുന്ന മാനിഫെസ്റ്റിംഗ് ചെയ്യണം. നിങ്ങൾക്ക് എത്രത്തോളം പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു പോസിറ്റിവിറ്റിയെ മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ റിലേഷനിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു വ്യക്തിയാവാൻ ശ്രമിക്കുക, പുതിയ ചില കാര്യങ്ങളിൽ സ്ട്രഗിളിങ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെയുള്ള സിറ്റുവേഷൻസിൽ നിന്ന് മാറ്റി നിങ്ങളൊരു പുതിയ അവസ്ഥയിലേക്ക് വരിക, നിങ്ങളൊരു പുതിയ വ്യക്തിയാവുക. ഫെയിലിയർ എനർജിയിൽ നിന്ന് നിങ്ങൾ 100% ചേഞ്ചിങ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളിൽ ഒരു മാറ്റം വരുത്തിയാൽ, നിങ്ങളൊരു ലോകം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും 100% നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായിട്ടൊരു ഹാപ്പി ലൈഫ് സിറ്റുവേഷൻ, ഒരു ഗുഡ് എനർജിയോട് കൂടിയും പോസിറ്റിവിറ്റിയോട് കൂടിയും നിങ്ങളിലേക്ക് റീയൂണിയൻ സാധ്യമാകുമെന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് വളരെ ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റിംഗ് എനർജി കണക്ട് ചെയ്യുക കേട്ടോ. ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു മാനിഫെസ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ചെയ്തു മുന്നോട്ടേക്ക് പോകുക എന്നത് തന്നെയാണ് നിങ്ങളുടെ റിലേഷനിലെ നെഗറ്റിവിറ്റി മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം. ഫസ്റ്റ് നിങ്ങൾ ഇമോഷണലി ചേഞ്ചിങ് ആകുക, നിങ്ങളുടെ ജീവിതം ഇന്നലെ വരെ ഉള്ളിടത്തുനിന്ന് നിങ്ങൾ മാറ്റി സഞ്ചരിക്കുക. കൂടാതെ തന്നെ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റിംഗ് എനർജി, അതായത് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു മിനിറ്റ്, ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി. റെഗുലറായിട്ട് നിങ്ങൾ സ്വയം മാനിഫെസ്റ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ട എന്തെല്ലാം കാര്യങ്ങളാണോ അത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവിറ്റി മാറും. നിങ്ങൾക്ക് നല്ലൊരു ആൻസർ ലഭിച്ചിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇറ്റ്സ് അപ്പ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു റിലേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ലേ ഏഞ്ചൽസ് മെസ്സേജ്. മെഡിറ്റേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ കിട്ടും. നിങ്ങളുടെ റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ചിങ് ചെയ്യാൻ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരുത്താൻ സാധിക്കും. അപ്പം നിങ്ങളുടെ റിലേഷനിലെ നെഗറ്റിവിറ്റിയെ എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശക്തമായും നിങ്ങൾ മാറുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല സ്ട്രോങ് ആയ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ.